എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സ്വനം. പറഞ്ഞ പോലെ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. കുട്ടിക്കാലത്ത് എന്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, സ്വനം, നമ്മളെ തന്നെ ഇങ്ങനെ വിലയിരുത്തണം എന്ന് പറയായിരുന്നു അച്ഛൻ. അപ്പോ നിങ്ങൾ ചോദിക്കും അച്ഛൻ എന്താണ് ജോലി എന്നുള്ളത്. അച്ഛന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അച്ഛൻ വീട്ടിൽ വെറുതെ ഇരുന്ന് അച്ഛനെ തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പണിക്കും പോകില്ല അച്ഛൻ. അപ്പൊ ഞാൻ എന്നെ തന്നെ വിലയിരുത്താൻ തീരുമാനിച്ചു. എന്നെ വിലയിരുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ സൈക്കോ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എന്റെ ഉള്ളിൽ ആ സൈക്കോനെ ഞാൻ കണ്ടെത്തിയ ചില നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 8, 9, 10 ക്ലാസ് കിട്ടി പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് എന്ന് പറഞ്ഞാൽ റോസ്മോൾ എന്നാണ്. അവളൊരു പഠിപ്പിസ്റ്റാണ്. ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ഞാൻ ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ബാക്ക് ബെഞ്ചറാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിതിൻ. ഇവനും എൻ്റെ ഒപ്പം തന്നെയാണ് ഇരിക്കുന്നത്. ഇവളോടൊരു പ്രണയം. സത്യം പറയട്ടെ, എനിക്കും ഉണ്ട് അവളോടൊരു പ്രണയം. അല്ല, എനിക്ക് പ്രണയം തോന്നുന്നത് തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു സൈക്കും ഉണ്ടല്ലോ. അപ്പോൾ ഇവൻ്റെ ഈ പ്രണയം ഇങ്ങനെ പൂത്ത് തളിർ തുടങ്ങി. അപ്പൊ ഇവന്റെ ഈ പ്രണയം പൊളിച്ച് കൈ കൊടുക്കണം എനിക്ക് വളരെ വലിയൊരു ആഗ്രഹം വന്നു. ആ ആഗ്രഹം വന്ന സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പർ നടക്കുകയാണ്. ടെസ്റ്റ് പേപ്പർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നു. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അറബിക്കടലിന്റെ റാണി ആരാണെന്നാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇവൻ എന്നെ തട്ടിയിട്ട് വെച്ചു, എടാ അറബിക്കടലിന്റെ റാണി ആരാ? അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, എടാ അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള പെണ്ണിന്റെ പേര് എഴുതണേന്നു. ഇവൻ ചാടി കയറി റോസ്മോളുടെ പേര് എഴുതി വെച്ചു. അപ്പൊ ഇപ്പൊ കിട്ടില്ല അവന് പണിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കണേ. ടീച്ചർ വന്നു. ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിലെ ടെസ്റ്റ് പേപ്പറിന്റെ പേപ്പറൊക്കെ കൊടുക്കാൻ എല്ലാവർക്കും പേപ്പർ കൊടുത്തു, ഇവന് മാത്രം കൊടുത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കിട്ടും, ഇതോടുകൂടി ഇവര് തകർന്ന് തരിപ്പണാവും. ഞാൻ സന്തോഷവാനായിട്ട് ഇരിക്കുന്ന സമയത്ത് മിസ് പേപ്പർ കൊടുത്തിട്ട് ഇവനെ ഫയർ ചെയ്യാണ്. ഭയങ്കര ചീത്തയ്ക്ക് ഇവൻ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്നിട്ട് 3 അമ്പ് ചെയ്യാൻ പഠിപ്പിച്ച ബാഹുബലിയിലെ പ്രഭാസിന്റെ പോലെ ഇവൻ നിൽക്കുക. മോളെ, ഞാൻ നിന്റെ പേരാടി അറബിക്കടലിന്റെ റാണി എന്ന് പറഞ്ഞ് എഴുതി വെച്ചതെന്ന് പറഞ്ഞിട്ട് ഇവൾക്കാണെങ്കിൽ ഇവനോട് ചെറിയൊരു ചായവും. എന്റെ പ്ലാൻ അവിടെ പൊളിഞ്ഞു പോവാണ്. അങ്ങനെ തോറ്റു പിന്മാറാൻ ഞാൻ തയ്യാറല്ല. എന്റെ ഉള്ളിൽ സൈക്കോ വീണ്ടും വർക്കൗട്ടായി. അപ്പോ പിറ്റേ ദിവസം തുടങ്ങിയിട്ട് ഇവൻ ഡെയിലി വരുമ്പോഴേ ഒരു റോസാപ്പൂ കൊണ്ടുവന്നിട്ട് ഈ റോസ്മോൾ കൊടുക്കും. അപ്പൊ ഇവള് ചോദിക്കാണ്, എന്തിനാ എനിക്ക് ഡെയിലി ഇങ്ങനെ റോസാപ്പൂ തരണെന്ന് വെച്ചപ്പോൾ ഇവളോട് പറയാ, നിന്റെ പേര് റോസ്മോൾ എന്നാണല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഡെയിലി നിനക്ക് റോസാപ്പൂ തരണെന്ന് ഇവൻ പറയാം. അന്ന് കാലത്ത് ഈ റോസാപ്പൂവിന് 5 രൂപയാണ് വില. അന്ന് ഒരു മീറ്റ് പപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 രൂപയാണ് ഒരു മീറ്റ് പപ്സിന് വില. 4 രൂപ 40 പേര് കൂട്ടി ഷെയർ ഇട്ട് മീറ്റ് പപ്സ് കഴിക്കുന്ന സമയത്ത് പപ്സ് കഴിക്കാൻ ഷെയർ ഇടാൻ കാശില്ലാത്തതുകൊണ്ട് ആ പപ്സിന്റെ പേപ്പറെ കിടക്കട പൊടി കഴിക്കാൻ വരുന്നവരാണ് ഈ നിതിൻ. അവനാണ് ഡെയിലി 5 രൂപയ്ക്ക് റോസാപ്പൂ കൊണ്ടിട്ട് നമ്മുടെ ഈ പറയുന്ന റോസ്മോൾ കൊടുക്കുന്നത്. എനിക്ക് എന്തൊരു മണം കിട്ടി. ഞാൻ ഉടനെ പിറ്റേ ദിവസം രാവിലെ ആരും അറിയാണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഇവന്റെ വീടിന്റെ അവിടെ പോയി ഒളിച്ചു നിന്നു. എന്റെ സ്കൂളിന്റെ അടുത്ത് വലിയൊരു ചർച്ച് ഉണ്ട്. ചർച്ച് ആവുമ്പോ വലിയൊരു സിമിട്രിയും കൂടി ഉണ്ടാവും. ഈ സിമിട്രിയുടെ മതിൽ ചാടി കടന്ന് ഒരു കല്ലറയുടെ മോളിൽ നിന്നാണ് ഇവൻ ഈ പറയുന്ന റോസാപ്പൂ കൊണ്ടുവന്ന് നമ്മുടെ റോസ്മോൾക്ക് കൊടുക്കുന്നത്. ഡയന ചേച്ചി പേടിക്കേണ്ട, ഇത് ആ കല്ലറയുടെ മോളിൽ നിന്നല്ല, ഇത് വേറൊരു സ്ഥലത്ത് നിന്ന് ഞാൻ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളോട് അന്ന് തന്നെ പറയായിരുന്നു, മോളെ നിനക്ക് ഈ റോസാപ്പൂ തരുന്നത് ഈ കല്ലറയുടെ മോളിൽ നിന്ന് എടുത്തത്. എൻ്റെ ഉള്ളിൽ സൈക്കോ അത് അനുവദിച്ചില്ല. ഞാൻ അവളോട് പറഞ്ഞില്ല. 2 ആഴ്ച ഞാനത് എങ്കിടെ എൻജോയ് ചെയ്തു. ഇവളീ റോസാപ്പൂ മണക്കുന്നത്, നെഞ്ചത്ത് വെച്ച് കൊണ്ട് നടക്കുന്നു, ബുക്കിന്റെ ഇടയിൽ വെക്കുന്നു, ഇവളെ എൻജോയ് ചെയ്യുന്നതൊക്കെ ഞാനും എൻജോയ് ചെയ്ത് അവസാന ഘട്ടത്തിൽ ഇവളിതൊരു സമയത്ത് ഇവനോട് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു ഘട്ടം എത്തിയപ്പോ ഞാൻ ഇവളെ വിളിച്ചോണ്ട് പോയിട്ട് അമൽ നീരദിന്റെ പടത്തില് വിഷ്വല് കാണിക്കുന്ന പോലെ ഇവൻ ഈ റോസാപ്പൂവും കടിച്ചു പിടിച്ച് മതിലും ചാടി വരുന്നത് ഞാൻ ഇവൾക്ക് കാണിച്ചു കൊടുത്തു. അന്നത്തോടുകൂടി ഇവരുടെ പ്രണയം അവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ 2 പേരും വളർന്നു. 2 പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എന്നിലെ സൈക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടില് ജോസേട്ടൻ ആൻസി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ കൊണ്ടുവന്നു. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു ടൈമിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങളുടെ യൂണിറ്റിൽ പുതിയതായിട്ട് പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പാട്ട് പഠിപ്പിക്കും, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കുരിശിന്റെ വഴി വരികയാണ്. കുരിശിന്റെ വഴിക്ക് പാട്ട് പാടാനായിട്ട് ആൻസി ചേച്ചിക്ക് ലിറിക്സ് ഒക്കെ എഴുതി കൊടുത്ത് വിട്ടേക്കുക. അപ്പൊ ആൻസി ചേച്ചി എൻ്റെ അമ്മയായിട്ട് ഭയങ്കര ബന്ധത്തിലാണ്. ഡെയിലി എൻ്റെ വീട്ടിൽ വരും. ആൻസി ചേച്ചി പാട്ട് ഈ കടലാസൊക്കെ പിടിച്ചിട്ട് എൻ്റെ അമ്മ എടുത്ത്, ചേച്ചി എനിക്കിത് പാടാൻ അറിയില്ല ചേച്ചി എന്നൊക്കെ, കാരണം ഇതിന്റെ ഈടം എനിക്കറിയില്ല ചേച്ചി. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഹെൽപ്പ് ചെയ്യും, ആൻസി ചേച്ചിനെ ഞാൻ ഹെൽപ്പ് ചെയ്യും, കാരണം ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണല്ലോ ഞാൻ. അപ്പൊ ആൻസി ചേച്ചിയോട് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ആൻസി ചേച്ചി ഈ ലിറിക്സ് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ വന്നു. ഞാൻ വായിച്ചു നോക്കിയോ, കുരിശിൽ മരിച്ചവനേ കുരിശാലെ വിജയം വരിച്ചവനേ, നല്ല പാട്ട്. അപ്പൊ ഞാനിതൊക്കെ ആൻസി ചേച്ചിക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു, ഈണൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ആൻസി ചേച്ചി നേരെ കുരിശിന്റെ വഴിക്ക് പോയി. അന്ന് വരെ സത്യം പറയട്ടെ, അന്ന് വരെ കുരിശിന്റെ വഴിക്ക് പോകാത്ത ഞാൻ അന്ന് കുരിശിന്റെ വഴിക്ക് പോയി. അങ്ങനെ 2-3 പാട്ടുകളൊക്കെ കഴിഞ്ഞു. ആൻസി ചേച്ചിയുടെ കൂടെ എത്തി. ആൻസി ചേച്ചി ലിറിക്സ് എടുത്തു. അങ്ങനെ ആൻസി ചേച്ചി പാടാൻ പോവാണ്. ഞാൻ അത് ശ്രദ്ധിച്ച് നിൽക്കുവാണ്. കുരിശിൽ മരിച്ചവനേ കുരിശാല് മരണം വെടിച്ചവനേ എന്നാണ് ആൻസി ചേച്ചി പാടിയത്. ഞാൻ ആൻസി ചേച്ചിക്ക് സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിറിക്സ് മാപ്പിളപ്പാട്ട് രീതിയിലാണ് പഠിപ്പിച്ചു കൊടുത്തത്. സഹായിക്കണം എന്ന് ആഗ്രഹമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ സൈക്കോ അത് അനുവദിക്കില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ സൈക്കോതരൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന എന്നെ എൻ്റെ നാട്ടില്
വലിയൊരു എന്നെക്കാളും വലിയൊരു സൈക്കോ വന്നിട്ട് എന്നെ അടിച്ചമർത്തി. ആ കഥയാണ് അടുത്തത്. അങ്ങനെ ഒരു സൈക്കോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് അറിയോ? എന്റെ നാട്ടിലൊരു അമ്മൂമ്മയാണ്, ഒരു അൽ സൈക്കോ അമ്മൂമ്മ. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഭരണി നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ ഭരണിക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പൊ അമ്മൂമ്മ എന്നോട് ചോദിച്ചു, നീ എവിടാടാ പോടായത്? ഞാൻ പറഞ്ഞു, അമ്മൂമ്മ ഞാൻ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോവാണ് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മൂമ്മ പറയാ എൻ്റെ കൂടെ വരുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, അമ്മൂമ്മ ഞാൻ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മൂമ്മനെ ഒരു കണക്കിന് പറഞ്ഞ് വീട്ടിൽ അങ്ങോട്ട് ഇരുത്തിയിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അതിന്റെ കഥകളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു ഓക്കെ എന്നും പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ ഭരണിക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോണ്ട് നമ്മുടെ നാട്ടിൽ കൂടെ നടന്നു വരാം. മറ്റേ മീൻകാരെ കാത്തു നിൽക്കുന്ന പൂച്ചാര പോലെ അമ്മ മുറ്റത്ത് കഥ കേൾക്കണല്ലോ അമ്മൂമ്മക്ക്. ഞാൻ അങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അമ്മൂമ്മ പോവാൻ നേരത്തെ എന്നോട് പറയാ, എടാ പോണേന് മുമ്പ് 2 ഭരണിപ്പാട്ട് എനിക്ക് പാടി തന്നിട്ട് പോകാൻ. എങ്ങനെയാ അമ്മൂമ്മേടെ അടുത്ത് ഭരണിപ്പാട്ട് പാടാ? കാരണം നമ്മളെ കൊച്ചിലേക്ക് എടുത്തു വളർന്നിട്ടുള്ള ഒരു അമ്മൂമ്മയാണ്. അമ്മൂമ്മേരെ മുഖത്തോക്കിയിട്ട് തെറിപ്പാട്ട് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ. ഞാൻ അങ്ങനെ പറ്റില്ല അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞ് ആളെ ഒഴിവാക്കി വിട്ടിട്ട് ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്കൊരു സങ്കടം. കാരണം ജനലിനുള്ളിൽ സൈക്കിൾ അങ്ങനെ വീണ്ടും വർക്കൗട്ടായി. ഇതങ്ങാനും കേൾക്കാണ്ട് അമ്മൂമ്മ അങ്ങനെ തട്ടിപ്പോയാലോ. ഞാൻ അന്നൊക്കെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേപ്പ് റെക്കോർഡൊക്കെ ഉള്ള സമയമാണ്. ഈ ഒരു കാസറ്റ് എടുത്തിട്ട് ഇട്ടിട്ട് ടേപ്പിൽ റെക്കോർഡ് ചെയ്ത് 2 പാട്ടും പാടി അമ്മൂമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു കാസറ്റ്. അപ്പൊ അമ്മൂമ്മ ഈ കാസറ്റ് വിട്ടിട്ട് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മൂമ്മോട് ഞാൻ പറഞ്ഞു, അമ്മൂമ്മ ഇത് കേട്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി. അമ്മൂമ്മയ്ക്ക് അങ്ങനെ ചെവിയൊന്നും അധികം കേൾക്കാത്തൊരു വ്യക്തി കേട്ടോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം ഞാൻ വഴിക്കൊന്നും പോയിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് ഒരു സന്ധ്യ നേരത്ത് ഞാൻ ആ വഴിക്ക് നടന്നു വരുമ്പോ അകലേന്നൊരു പാട്ട് കേൾക്കുക. ഞാൻ ആലോചിച്ചു എന്റെ സൗണ്ടാണല്ലോ കേൾക്കണേ. ഓടിച്ചെന്ന് നോക്കുമ്പോണ്ട് സന്ധ്യ നേരത്ത് വിളക്കൊക്കെ കത്തിച്ച് നാമം ചൊല്ലിയിട്ട് അമ്മൂമ്മ ഈ ലൗഡായിട്ട് എൻ്റെ ഈ തെറിപ്പാട്ടും കേട്ട് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അമ്മൂമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓടിച്ചെന്ന് ഈ കാസറ്റ് വലിച്ചൂരെടുത്തപ്പോ അമ്മൂമ്മയുടെ മോൻ പറയാ, 2 ദിവസമായില്ലേ നീ ഈ വഴിക്ക് വന്നിട്ട്? 2 ദിവസമായില്ലേ നീ കാസറ്റ് കൊടുത്തിട്ട്? 2 ദിവസമായിടാ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഈ പാട്ട് തെറിപ്പാട്ടൂടെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് മുതൽ എനിക്ക് നാട്ടിൽ തലയുയർത്ത് നടക്കാൻ പറ്റൂല. എല്ലാവരും എന്നെ കാണുമ്പോ ചേട്ടന്മാരൊക്കെ ചോദിക്കും എന്ത് തെറിയടാ, ചേച്ചിമാരൊക്കെ ചോദിക്കും ഓ നിന്നെ കുറിച്ചൊന്നും അങ്ങനെ വിചാരിച്ചില്ലടാ. ഈ ഒരു അവസ്ഥ എനിക്ക് നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അങ്ങനെ കാലം കടന്നുപോയി. ഈ അമ്മൂമ്മ മരിക്കണ വരെ ഈ പാട്ടിട്ട് എന്നെ ഇങ്ങനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത്, ഞാൻ ഇങ്ങനെ ഇരിക്കുക, ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ നിന്റെ സൈക്കോ അമ്മൂമ്മ മരിച്ചിട്ടാ. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അറിഞ്ഞു കേട്ടോ. പോയിട്ട് 2 പാട്ട് പാടി കൊടുക്കാറുന്നില്ലേ, അമ്മൂമ്മയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടും.